വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ചു പോകാം. അപ്പോൾ രേണുസുതിയുടെ ആർട്ട് ആൻഡ് സൂപ്പ് യൂണിവേഴ്സിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്. മറുനാടൻ മലയാളിയാണ് ആർട്ട് ആൻഡ് സൂപ്പ് യൂണിവേഴ്സിലെ പുതിയ എൻട്രി. അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. രേണുസുതിയുടെ ഹോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കത്തി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നതിനിടയിൽ മറുനാടൻ മലയാളി രേണുസുതിയെ പറ്റി ഒരു വീഡിയോ ചെയ്തു. വീഡിയോയുടെ തംബ്നെയിൽ ആൻഡ് ഹെഡിങ് ഞാൻ ഇവിടെ നിന്ന് വെക്കാം. മാപ്പാക്കണം, ഇനിയൊന്നുമില്ല, രേണുസുതി ഫിറോസിനോടും മറുനാടിനോടും ചെയ്തത് എന്നും പറഞ്ഞ്, എന്നിട്ട് ഹെഡിങ് ഇങ്ങനെയാണ്: രേണുസുതിക്ക് മാപ്പില്ല, ആർക്കും ഇത് സംഭവിക്കരുതേ. ഏതാണ്ട് 6,89,000 ആളുകൾ ഈ ഒരു വീഡിയോ ഇതിനകം കണ്ടു കഴിഞ്ഞു ഗൈസ്. രേണുസുതി ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ. കാര്യം രേണുസുതി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് രേണുസുതിയുടെ ഫ്രണ്ട്സ് ആണ് ഇവർക്ക് ഇത് വീഡിയോ അയച്ചു കൊടുക്കുന്നത്. മനസ്സിലായി? അങ്ങനെ കാണുന്ന വീഡിയോസ് മാത്രമേ ഇങ്ങനെ കാണാറുള്ളൂ. ഫ്രണ്ട്സ് അയച്ചു കൊടുത്താലേ കാണത്തേ ഇല്ല. എനിക്കതിങ്ങനെ വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് മറുനാടൻ പറയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം. ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് ഈ വീടിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോയപ്പോൾ ഫിറോസാണ് പറഞ്ഞത്, ഒരു മോഹം ബാക്കിയാണ്, ചുറ്റുമതിൽ കൂടി പണിത് കൊടുക്കണമെന്ന്. നാശത്തിലേക്കുള്ള പോക്കാണെന്ന് അന്ന് മറുനാടൻ അറിഞ്ഞിരുന്നില്ല. 1,19,000 രൂപ ഞങ്ങൾ, അതായത് മറുനാടനായിരുന്നു, ഈ രേണുസുധിയുടെ വീടിന്റെ ചുറ്റുമതിൽ പണിയാൻ മുടക്കിയത്. അതിന് പേരിൽ വീമ്പിളക്കാനോ കയ്യടി നേടാനോ അവിടെ പോയി ട്രോഫി വാങ്ങാനോ വാർത്ത കൊടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ നിന്നില്ല. സോ രേണുസുതിയുടെ വീടിന്റെ ചുറ്റുമുതൽ പണിതു കൊടുത്തത് മറുനാടനാണ്. 1,19,000 രൂപ മുടക്കിയെന്നും പറയുന്നുണ്ട്. അതിന്റെ പേരിൽ ട്രോഫിയോ കയ്യടിയോ ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പുള്ളി പോയില്ല. പക്ഷെ ട്രോഫിയും ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ല 1-ാം തരം ആട്ടം സൂപ്പ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട് കുരുപൊട്ടിയ രേണുസുതി തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് മറുനാടനെതിരെ. രേണുസുതിയുടെ വീഡിയോ നമുക്ക് കാണാം. എന്റെ ഫ്രണ്ട്സ് സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഫ്രണ്ട്സ് അയച്ചു കൊടുത്താണ്, നേരത്തെ പറഞ്ഞല്ലോ, ഫ്രണ്ട്സ് അയച്ചു കൊടുത്താൽ ഇതൊക്കെ കാണത്തുള്ളൂ, അല്ലാതെ രേണുസുതി കാണത്തില്ല. മുഴുവൻ അയച്ചെന്നാ രേണുസുതി ഇതൊന്നും കാണത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇടയ്ക്കിടയ്ക്ക് രേണുസുതി ഇതൊന്നും കാണത്തില്ല എന്ന് സ്വന്തം പേര് പറഞ്ഞു. ഞാൻ ചാക്കോച്ചി സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപി പറയുന്നതിന്റെ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, രേണുസുതി ഒന്നും കാണത്തില്ല, രേണുസുതി അങ്ങോട്ടൊന്നും പോകത്തില്ല എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു പേരിനകത്തോട്ട് ആൾക്കാരെങ്കിലും പിടിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. ഒറിജിനൽ പേര് രേഷ്മ പി തങ്കച്ചൻ എന്നാണല്ലോ. എല്ലാവരും വന്ന് രേഷ്മ പി തങ്കച്ചൻ, രേഷ്മ പി തങ്കു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ രേണുസുതി എന്നുള്ള പേര് മാറി ഇനി ഞാൻ രേഷ്മ പി തങ്കച്ചനാവോ എന്നൊരു ഭയമുള്ളത് കൊണ്ടാവണം രേണുസുതി ഇതൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത്. ഇനി മതിലുമായിട്ട് ബന്ധപ്പെട്ട രേണുസുതിയുടെ പ്രസ്താവന നമുക്ക് കേൾക്കാം. കൊല്ലം സുധിക്ക് കൊട്ടാരമായി നിർമ്മിച്ചു നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന്. ഇത് ഫസ്റ്റ്. കൊല്ലം ശുചിക്ക് കൊട്ടാരമായി ഫ്ലവേഴ്സ് അല്ലെന്ന് മറുനാടൻ മലയാളിക്കകത്ത് വന്ന വാർത്തയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഫ്ലവേഴ്സും മറുനാടും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമുക്കറിയാൻ പാടില്ല. അതായത് അവര് തീർക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇവര് നമുക്ക് സുചേട്ടന്റെ ഒരു ഫാമിലിയാണ് ഫ്ലവേഴ്സ് ചാനല്. അത് പിന്നെ അങ്ങനല്ലേ നിങ്ങൾ പറയത്തുള്ളൂ. ഇപ്പൊ മക്കളെ പഠിപ്പിക്കുന്നവരൊക്കെ ആണല്ലോ, പിന്നെ അവര് കാരണം കുറച്ച് ഗുണങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ പിന്നെ അവരെ തള്ളി പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ സഹായിച്ചവരുടെ കൂട്ടത്തിൽ അവരെയും കൂടെ ഉള്ളു ഇനി തള്ളി പറയാൻ. ബാക്കി എല്ലാവർക്കും ആട്ടം സൂപ്പ് കിട്ടിയെന്നുള്ളതാണ്. ഇനി ശ്രീകണ്ഠൻ നായർ വെയിറ്റ് ചെയ്ത് പാത്രമായിട്ട് വെയിറ്റ് ചെയ്തായിരിക്കും, എനിക്കെപ്പോഴും ആട്ടം സൂപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റത്തില്ല. നാളെ തങ്കുവിന്റെ വായിന്ന് അതും കേൾക്കും. ഞങ്ങൾ അനാഥരാകുന്ന ഓർത്തപ്പോ തന്നെ അവരാണ് വീടിന്റെ കാര്യമെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ KSDC ചെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തോളാന്ന് പറഞ്ഞാൽ അവര് വീട് ചെയ്തു തന്നത്. അതിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തിന്റെ കേടാണെന്ന് എനിക്ക് ഉത്തരം ഇതേ പറയാനുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ പപ്പായുടെയും മൈക്ക് കൊടുക്കാം. അടുത്തത്, അയ്യോ പപ്പാടി കൊടുക്കല്ലേ, മോഡ വിലയായിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തങ്കുവിന്റെ വിലയായിട്ട് വേറെ ഉണ്ട്. ചാറ്റൽ തടയാൻ ലൂവേഴ്സിൽ ഷീറ്റ് ചെലവ്. ഈ പാപ്പിക്കാൻ വിട്ട സമയത്ത് പാച്ചാൻ പോണായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ലൂവ എന്നൊക്കെ പറയേണ്ടി വരും. ആ പരാതിയും തീർത്ത് ഫിറോസ്. അടുത്തത്, ആ വീട് മറുനാടന്റെ അധ്വാനം, രേണുസുതി വന്ന വഴി മറക്കൽ, ഇതിന് മാപ്പില്ല. എന്ത് മാപ്പില്ലെന്ന്? മറുനാടൻ എന്നത്തിന് ഞാൻ മറുനാടനെ ഞാൻ എന്തിനാ, എനിക്കെന്തിനാ മാപ്പ് തരാതിരിക്കുന്ന മറുനാടൻ ബ്ലോഗറെ? എന്നാ പുള്ളിയുടെ പേരെന്താ? സാജൻസ്കറിയ. നിങ്ങൾ എനിക്ക് എന്തിനാ മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്? ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ? കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ? വലിയ സെലിബ്രിറ്റി ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കും, രേണു പ്രതികരിക്കും. പണ്ട് ഇങ്ങനെ നിന്നെയാണ് മറുനാടൻ മൈക്കോട്ട് വന്ന സമയത്ത് രേണു ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ
അയ്യോ അയ്യോ എന്നും പറഞ്ഞ് നിന്ന ടീമാണ്. ഇപ്പൊ മറുനാടനെ ആട്ടും തുപ്പുന്ന വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി കേൾക്കാം. നിങ്ങളോട് നിങ്ങൾ ഞാൻ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ, ഒരു ബന്ധവും ഇല്ല, പ്രശ്നമില്ല, ഒരു ബന്ധവും ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതായത് ചെന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കും തോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽ പപ്പ പറയും. ബാക്കി മാപ്പാക്കണം ഇനിയൊന്നുമില്ല. രേണു സുധി ഫിറോസിനോടും മറുനാടിനോടും ചെയ്തത് എന്ത് ചെയ്തത്? ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തെന്നാണ് സാജൻസ്കറിയെ പറയുന്നത്? ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. അങ്ങേരങ്ങളുടെ കയ്യിരുന്ന പൈസയും മുടക്കി മതിലും കെട്ടിക്കൊടുത്ത് എന്നിട്ട് അവസാനം അങ്ങേര് തന്നെ തെറിവിളി കേൾക്കട്ടെ, കുഴപ്പമില്ല. ആദ്യം തെറിവിളി കേട്ടത് ഫിറോസ്, പിന്നീട് മറ്റേ താജ് കേട്ടു, പിന്നെ നമ്മുടെ കപ്പിയാരല്ലോ ബിഷപ്പിന്റെ സമാധാനം പോയി. ഇപ്പം സഹായിച്ച മറുനാടനും കിട്ടുന്നു. സ്വാഭാവികം, ഇവരെ സഹായിക്കാൻ ചെന്ന എല്ലാവർക്കും വയറ് നിറച്ച് ആട്ടും സൂപ്പ് കിട്ടുന്നുണ്ട്. താങ്കൾ എന്താണ് പറയുക? താങ്കൾ എല്ലാവരെയും പേടിപ്പിക്കുന്നതിൽ എന്നെ പേടിപ്പിക്കാനാണോ വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല. എനിക്ക് മനസ്സിലായില്ല. താങ്കളും ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം? എന്താണ് ബന്ധം? നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, ഒരു ചുറ്റുമതിൽ ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടല്ലോ, മനസ്സിലായോ? ആ ചുറ്റുമതിൽ ബന്ധത്തിനകത്തൊരു വിള്ളൽ വീണപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ പ്രതികരിച്ച് വന്നത്, മനസ്സിലായോ? ബന്ധമുണ്ട്. ഫിറോസിന് നന്ദി. കൊല്ലം സുധിയുടെ കൊട്ടാരം പൂർത്തിയായി, ചുറ്റുമതിൽ പണിതത് മറുനാടൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പേരിനല്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റുമതിൽ പണിതതിന്റെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറുനാടനാ പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ. ആ കാര്യത്തിൽ ഞാൻ രേണുസുയോടൊപ്പം നിൽക്കും കേട്ടോ. മറുനാടൻ മറ്റേ വീഡിയോയ്ക്ക് വൻ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള് കൊട്ടിയാകാശിക്കാന് ഞങ്ങള് വലുത് പറഞ്ഞു നടക്കാനും നടന്നൊന്നുമില്ല. പിറ്റേ ദിവസം തന്നെ പോയി വീഡിയോ ഇട്ടു, ഞങ്ങള് മതിൽ പറഞ്ഞു കൊടുത്തേ, ഞങ്ങള് മതിൽ പണിത് കൊടുത്തേന്ന്. കേട്ടോ കുഴപ്പമില്ല, ഇതൊക്കെ ശീലമായിക്കോളും. പിന്നെ പേരിനാണോ? അപ്പൊ പേരിനല്ലേ? നിങ്ങൾ പണിത പേരിനല്ലേ? സൽപ്രവൃത്തിയായിട്ട് പണിത പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത്? എല്ലാ സൽപ്രവൃത്തിയുടെയും പിറകിൽ ഒരു അല്ലെങ്കിൽ ഒരു നിഗൂഢ ലാഭമുണ്ട് ഗൈസ്. ഒരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വലിയ ചാരിറ്റി ചെയ്യുന്ന നന്മരങ്ങളുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന ഏതാണ്ട് ഒരു 90-95% ആൾക്കാരും അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ് വളരാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതിനകത്ത് മനുഷ്യത്വം വാങ്ങാണ്ടി ഒന്നും നോക്കിയൊന്നും വേണ്ട. അല്ലെങ്കിൽ പിന്നെ ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തിയും കൊടുക്കുന്ന ആളും മാത്രം അറിയണം. അതാണ് ചാരിറ്റി. അല്ലാതെ ചാരിറ്റി ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അത് ചാരിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഞാൻ കണക്കാക്കത്തുള്ളൂ. അപ്പോൾ 1,19,000 രൂപ കൊടുത്ത് രേണുവിന്റെ വീടിന് ചുറ്റുമതിൽ പണിതു കൊടുത്ത മറുനാടന് രേണുവിന്റെ വകയുള്ള നന്ദി പ്രകടനമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഇനി തങ്കുവിന്റെ വരവാണ്. തങ്കു ഓൺ ദ ഫ്ലോർ. തങ്കു ബാക്കി പറയും ഗൈസ്. രേണു സുധിയുടെ കരച്ചിൽ നിർത്തി. അത് സാജൻസ്കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ. തങ്കു തുടങ്ങിയിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തങ്കുവിന്റെ ആട്ടു സൂപ്പ് സൂപ്പറാ, ഫേമസാ, കേരളം മൊത്തം ഫേമസാ തങ്കുവിന്റെ ആട്ടു സൂപ്പ്. രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാരാ? അയാളൊരു യൂത്ത് പുറകെ കൂടെ വീട് പറയുന്നത് എന്റെ കിട്ടിയും വല്ലോ ആണോ? സാജനെ ഓടിക്കോ, തീർന്ന്. ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത്. എന്റെ പൊന്നെ, പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കണം. മറുനാടൻ മറ്റേ മൈക്കോട്ട് വരുമ്പോഴത്തേക്ക് അയ്യോ തന്തേ മോള് എന്നെ അഭിനയമാ. ഞാനും ആ ഒരു രീതിയിൽ കണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സാജൻസ്കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ വെറും നികൃഷ്ടയായ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളൂ. കാരണം അവരുടെ വീടിനും മതിൽ പണിത് കൊടുത്ത മറുനാടൻ നികൃഷ്ടജീവി. കൊള്ളാം, സുഭാഷ്. ഈ മതിൽ 1.5 അടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത്. ഇതാണ് ഈ നന്മ മരമാകുന്ന സാജൻസ്കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട്. എന്നാൽ 1,19,000 രൂപ കൊടുത്ത് പണിത മതില് വിള്ളൽ വീണു ഗൈസ്. ഇങ്ങനെ പറച്ചിലിട്ടതൊന്നും സാജൻസ്കറിയ മറ്റേ ഗരണ്ടി സിമെന്റുമായിട്ട് പോയി പണിത മതിലാണെന്ന്. അങ്ങനെ പൈസ മാത്രം കൊടുത്തെന്നുള്ള തെറ്റ് മാത്രമേ ചെയ്തോളൂ. അതിനാണ് പുള്ളി പോയി കേട്ടോണ്ടിരിക്കുന്നത്. ഈ യൂട്യൂബറിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ വിളിച്ചു പറയുന്നു രേണു സുധിയുടെ നാവടക്കി. അതിന്റെ നാവടക്കാൻ സാജൻസ്കറിയെന്നല്ല, സാക്ഷാൽ തന്റെ തങ്കു വിചാരിച്ചാൽ പോലും നടക്കൂല അതിന്റെ നാവടക്കാൻ വേണ്ടിയിട്ട്. യൂട്യൂബറിന് എവിടെ ഈ അധികാരം കിട്ടിയത് നാവടക്കാൻ? രേണുവിന്റെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങളായിരിക്കുമ്പോഴാണ് ഈ ഭവനവും ഇതും നൽകിയത്. ആ ഡയലോഗിനകത്തൊക്കെ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങളായിരിക്കുന്ന സമയത്താണ് ഈ ഭവനം ഞങ്ങൾക്ക് കിട്ടിയത്. വിച്ച് മീൻസ് ഇപ്പോ ഒരു ഗതിയും പരഗതിയും ഉണ്ട്. പിടികിട്ടിയോ? അപ്പൊ അന്തസ്സുള്ള ആൾക്കാർ എന്താ ചെയ്യണ്ടേ? ആ ഒരു ഗതിയും പരഗതിയും ഉള്ള ടീം ഇങ്ങനെ കുറ്റം പറയുന്നതിനും ഭേദം ആ വീട് അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ആർക്കെങ്കിലും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടങ്ങ് ഇറങ്ങുക. അതായിരിക്കും നല്ലത്, അല്ലേ? അല്ലാതെ നാണമില്ലാതെ ആ ചെറുക്കനെ അടിച്ച് വെളിയിൽ കളഞ്ഞ് അതിന്റെ അകത്ത് കയറി താമസിച്ചിട്ട് ഈ മാതിരി കോത്താഴത്തെ വർത്താനം പറയില്ല തങ്കു. കേട്ടോ തങ്കു? ഈ തങ്കുവിന്റെ തൊട്ടിത്തരം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. തങ്കുവിന് തൊട്ട് മുമ്പ് എടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് ഒരു കാര്യം
പറയുന്നുണ്ടായിരുന്നു, ഈ തങ്കു വലിയ പണിക്കാരനാണ്, അന്നേരം ഇതിന്റെ പണി കണ്ടോണ്ടിരിക്കുകയാണ്, ഇവന്മാര് വൃത്തിയുടെ രീതിയിലാണ് പണിതെന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. വെറും ഒരു എന്താ പറയുക ക്ലേ പോലെ ഒരു സാധനം, കുമ്മായം പോലെ പാക്കറ്റ്, കുമ്മായം പോലെ 50 കിലോയുടെ പാക്കറ്റ് കൊണ്ടടിക്കും. ഞാൻ അന്ന് ചോദിച്ചത് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോഴത്തെ ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. ഞാനൊന്നും മിണ്ടാതെ പറയുന്നത്, എനിക്ക് വർക്ക് അറിയാം, ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ തങ്കുവിന് വർക്ക് അറിയാവുന്നതിന്റെ പേര് ഒന്നും മിണ്ടിയില്ല. ഇതാണ് തങ്കു ഇപ്പൊ പറയുന്ന കാര്യം. ഓക്കെ, പക്ഷെ അന്ന് വീട് പണിത് കൊടുത്ത സമയത്ത് ഇന്റർവ്യൂസിനകത്ത്, പ്രത്യേകിച്ച് മറുനാടനെ കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് തങ്കു പറഞ്ഞ ഇങ്ങനെയല്ല. തങ്കുവിന്റെ അന്നത്തെ മധുരമുള്ള വാക്കുകൾ നിങ്ങൾ കേൾക്കണം. വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഞാനിവിടെ ഉണ്ട്. പക്ഷേ എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ്. സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്ത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. അപ്പൊ തങ്കുവിന് പണിയെല്ലാം അറിയാം. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ. അതുപോലെതൊക്കെ കൊണ്ട് പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മൂടി തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക്, ഭിത്തിയാണെങ്കിലും ഇതിലെല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്, പണി ചെയ്യുന്ന ഒരാളായിരുന്നുകൊണ്ട് വളരെ ഞാൻ എന്നും വീട്ടിൽ ചെന്ന് പറയും, ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടിട്ട് അവിടെ ചെന്ന് പറയുന്ന രീതിയിലാണ്. അപ്പൊ അന്ന് പറഞ്ഞ വാക്ക് കേട്ടല്ല, എനിക്ക് പണി അറിയാവുന്ന ആളാണ്, വളരെ തൃപ്തി, ഭയങ്കര തൃപ്തിയാണ്. അന്ന് അങ്ങനെ പറഞ്ഞ ടീമാണ് ഇന്ന് ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് അപരാധിക്കുന്നത്. മനസ്സിലായോ? എന്റെ തങ്കു വെറും തങ്കു അല്ല, ഓന്ത് തങ്കുവാണ്. ഓന്തുകൾ പോലും തങ്കുവിനെ കണ്ടു കഴിഞ്ഞാൽ മുണ്ടും പൊക്കി ഓടും. അതുങ്ങൾക്ക് പോലും നാണക്കേടാണ്. ഇങ്ങനെ മാറ്റി പറയുന്നത്. അത് എന്ത് ഡയലോഗാണ് അടിച്ചത്. ഞാൻ ഇതിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരാത്ത ഉണ്ടായിരുന്നു. എല്ലാത്തിനും തൃപ്തി, 100% തൃപ്തിയാണ് പറഞ്ഞത്. ഇതിപ്പോ അതൃപ്തിയാണെന്നേ ഉള്ളു. അങ്ങനെ പറഞ്ഞ തങ്കുവിന്റെ വായിന്നാണ് ഇപ്പം വന്ന് ഡയലോഗ് അടിക്കുന്നത്. ഇപ്പൊ എവിടെ നോക്കിയാലും കുറ്റം തന്നെ. നോട്ട് ഓൺലി തങ്കു, വേറൊരു ഓന്തും കൂടെ ഉണ്ടാ വീട്ടില്, ഓന്ത് രേഷ്മയുടെ അന്നത്തെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ കാണണം. മറുനാടന് കൊടുത്ത അന്നത്തെ ഇന്റർവ്യൂ ഞാൻ കാണിച്ചു തരാം. വീട് എങ്ങനെയുണ്ട് കണ്ടിട്ട്? കണ്ടപ്പോ തന്നെ ഭയങ്കര ഇമോഷണലായി. കാരണം സ്വപ്നം പോലെ ഇപ്പോഴും ഭയങ്കര ഇമോഷണലാ, പട്ടിത്താറ്റാണെന്ന് മാത്രം. ഭയങ്കര ഇമോഷണലായി. കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത് ഞങ്ങൾക്ക്. സ്വപ്നം പോലും കാണാത്ത വീട്, കൊള്ളാം. എന്നിട്ട് ആ സ്വപ്നത്തിന് ഇപ്പൊ എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ വീടല്ല, സൂചിച്ചേട്ടന്റെ വീട്. KHDC തന്ന ഏറ്റവും വലിയ എന്താ പറയാ, സൂചിച്ചേട്ടന്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. KHDC തന്ന ഒരിക്കലും നടക്കാൻ പറ്റാത്ത സ്വപ്നം ഇപ്പൊ വന്ന് പറയാം, നീയൊക്കെ എന്തിനാണ് ഞങ്ങൾക്ക് വീട് പണിത് തന്നത്, നിനക്ക് വേറെ പണിയില്ലായിരുന്നു, ഞങ്ങൾക്ക് ഫ്ലവേഴ്സ് പണിഞ്ഞു തരത്തില്ലായിരുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ ഡയലോഗ്. അന്ന് KHDC ഒക്കെ ടോപ്പിക് ആയിട്ട് സംസാരിക്കുമായിരുന്നു. ഒരുപാട് ഹാപ്പി. പ്രത്യേകിച്ച് KHDCക്കും ഫിറോസിക്കായ്ക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും, ഈ കൂട്ടായ്മ ചേരുന്ന എല്ലാവർക്കും, നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട് ഹാപ്പി. അന്ന് ഫിറോസോ മറുനാടനോ ആരും അറിഞ്ഞില്ല ഇതിന് ഇങ്ങനൊരു ക്ലൈമാക്സ് വരുമെന്ന്. അന്ന് സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇപ്പോ സഹായിച്ച എല്ലാവർക്കും ആട്ടിൻ സൂപ്പ് തന്തേ മോളോട് കൊടുത്തോണ്ടിരിക്കുന്നു. ഒരു വീട് പണിത് കൊടുത്തെന്നുള്ള കുറ്റം മാത്രമേ അവർ ചെയ്തോളൂ. അപ്പോൾ ഇതാണ് മതിൽ പണിത് കൊടുത്ത മറുനാടന് സംഭവിച്ചത്. ആട്ടിൻ സൂപ്പ് ക്ലബിലേക്ക് മറുനാടന് ഹാർദവമായ സ്വാഗതം. ഓക്കെ, ഇനി അടുത്ത ആരാണ് വരാൻ പോകുന്നത്? ശ്രീകണ്ഠൻ നായർ ആവാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ പുള്ളി ഈ ഒരു ക്ലബിൽ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൊല്ലം സുധിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഈ കലാരംഗത്തും സ്റ്റാർ മാജിക്കിലും ഒക്കെ ആയിട്ട്. ഇവരൊന്നും ഇവരുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നിനും വരുന്നില്ല. ലക്ഷ്മി നക്ഷത്രമാണ് ഇതിനെല്ലാത്തിനും തുടക്കം ഇട്ടത്. പുള്ളിക്കാരത്തിൽ പോലും ഇതിനകത്തൊന്നും ഇടപെടാൻ വരുന്നില്ല. എനിക്ക് തോന്നുന്നു രഹസ്യമായിട്ട് അവർക്കും കിട്ടിക്കാണ് വാട്ടർ സൂപ്പും, അല്ലെങ്കിൽ ഇവരുടെ വനിക്കുണം അവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നൈസായിട്ട് അങ്ങ് വലിഞ്ഞത്. മനസ്സിലായ? അപ്പൊ ഗുണം മനസ്സിലാക്കാത്ത ടീംസാണ് ഇപ്പൊ വന്ന് വലിച്ചോണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കോമഡികൾ. കൂടുതലൊന്നും പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ വന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ, ലവ്.